الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد حمدا كثيرا طيبا مباركا فيه إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم സ്നേഹാദരനേരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും സർവ്വലോക സംരക്ഷകനും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന മുത്തബീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വെക്കേഷൻ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളുകളിൽ അവധിയാണ്. നമ്മുടെ മക്കൾ ഏകദേശം ഒരു 3-3.5 വയസ്സ് പ്രായം മുതൽ തന്നെ കുട്ടികളുടെ പഠനകാലം ആരംഭിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്നത്. പ്ലേ സ്കൂളുകളിലും ഒക്കെയായി അവരെ ചേർക്കുകയാണ്. പകൽ സമയത്ത് കൂടുതൽ സമയത്തും ദീർഘമായ മണിക്കൂറുകൾ അധ്യാപകരുടെയും സഹപാഠികളുടെയും കൂടെയാണ് മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെയാകുമ്പോൾ അവരുടെ സ്വഭാവ രൂപീകരണവും വ്യക്തിത്വ വികാസവും ഒക്കെ പല നിലയ്ക്കുള്ള സ്വാധീനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ചില മാതാപിതാക്കൾ പറയാറുണ്ട്, കൂടുതൽ സമയവും അങ്ങനെ ആകുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിത സ്വഭാവ രൂപീകരണ വിഷയങ്ങളിൽ മാതാപിതാക്കൾക്ക് വലിയ റോളുകളൊന്നുമില്ല എന്ന നിലക്ക് ചില രക്ഷിതാക്കൾ വിചാരിച്ചു പോരുന്നത് നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊരിക്കലും ശരിയായ ഒരു ചിന്തയല്ല. നമ്മളുടെ മക്കളുടെ ഒന്നാമത്തെ മദ്രസ എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്കൂൾ എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണ്. അവരുടെ റോൾ മോഡലുകൾ നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. അവരെ കണ്ടും കേട്ടും മനസ്സിലാക്കിയും അറിഞ്ഞുമാണ് മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്.
എന്നാൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ അവധിക്കാലമാകുമ്പോൾ കൂടുതൽ സമയവും മക്കൾ മാതാപിതാക്കളുടെ ഒപ്പം ഉണ്ടാകും എന്നറിയാം. പൂർണ്ണമായും നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുകയും ആ മക്കളെ ചേർത്തു പിടിക്കുകയും അവർക്ക് പല കാര്യങ്ങളും പകർന്നു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ട ഒരു സന്ദർഭം കൂടിയാണ് അവധിക്കാലം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മക്കൾ എന്നത് മാതാപിതാക്കളെ അള്ളാഹു ഏൽപ്പിച്ച അമാനത്താണ്. അത് പറയുമ്പോൾ ആദ്യമായി നമുക്ക് സമൂഹത്തിൽ ഇന്ന് കാണുന്ന പല നിലയ്ക്കുള്ള രക്ഷകർത്താക്കളുണ്ട്, ചില മാതാപിതാക്കളുണ്ട്. ഒരു 3 വിധം ആളുകളെ സമൂഹത്തിൽ കാണാം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾ ഏത് കൂട്ടത്തിലാണ് അതിലുള്ളത് എന്ന് ഈ വിഷയം പറയുന്നതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കണം. ഒന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ മക്കളുടെ കാര്യം ഒന്നും പരിഗണിക്കാത്ത രക്ഷകർത്താക്കൾ. അവരുടെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളിൽ ഒന്നും ഒരു ശ്രദ്ധയുമില്ല. അവരുടെ ഭക്ഷണമാകട്ടെ, അവരുടെ വസ്ത്രമാകട്ടെ, അവർക്ക് ചെലവിന് കൊടുക്കുന്ന കാര്യങ്ങളാകട്ടെ, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്ന കാര്യങ്ങളാകട്ടെ, കുടുംബത്തിനോട് യാതൊരു നിലക്കുമുള്ള നീതി പുലർത്താത്ത, ബാധ്യത നിർവഹിക്കാത്ത ചില പിതാക്കന്മാരെയും നമുക്ക് കാണാൻ സാധിക്കും. അവരൊന്നും പരിഗണിക്കില്ല. അവരുടെ ആവുന്ന കാലത്ത് അവർ ജോലിക്ക് പോകില്ല, പണം സമ്പാദിക്കില്ല, കുടുംബത്തെ നോക്കില്ല, മക്കളുടെ കാര്യങ്ങൾ പരിഗണിക്കില്ല, അവരുടെ വിദ്യാഭ്യാസങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ പോകുന്ന അലസന്മാരായി ജീവിക്കുന്ന ചില ആളുകളെ സമൂഹത്തിൽ കാണാൻ കഴിയും. മറ്റു ചിലർ അങ്ങനെയല്ല, ഭൗതികമായ മക്കളുടെ വിഷയങ്ങളിൽ അതീവ ശ്രദ്ധ വെച്ച് പുലർത്തുന്നവരാണ്. അവരുടെ വസ്ത്രവും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ മറ്റു ഭക്ഷണ കാര്യങ്ങളുമൊക്കെ വളരെ ഗൗരവത്തിലെടുക്കുകയും ശ്രദ്ധാപൂർവം നിർവഹിക്കുകയും ചെയ്യുന്ന രക്ഷകർത്താക്കളെ കാണാൻ കഴിയും. പക്ഷേ അവർ അവരുടെ മതവിഷയത്തിൽ, ധാർമ്മിക വിഷയത്തിൽ, അവർക്ക് കൊടുക്കേണ്ടതായ തർബിയത്തുകൾ കൃത്യമായി നിർവഹിക്കുന്ന വിഷയത്തിൽ അപാകത വരുന്ന രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകളുണ്ട്. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് 2 കാര്യത്തിലും ശ്രദ്ധയുള്ളവരാണ്. മരണപ്പെട്ടു പോയാൽ മരണത്തിന് ശേഷം ഒരു മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് മടങ്ങി വരുന്ന, വീണ്ടും നിലനിൽക്കുന്ന 3 കാര്യങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് മനസ്സിലാക്കിയവർ. 3 കാര്യങ്ങളിൽ ഒന്ന് അവരുടെ സ്വാലിഹായ മക്കളാണ്. അതുകൊണ്ട് ആ മക്കൾ ഈ ദുനിയാവിൽ വിട്ടേച്ചു പോയാൽ അത് വമ്പിച്ച ഉണകാണ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ. ഭൗതികവും ആത്മീയവുമായ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നവർ, 2 കാര്യത്തിലും ശ്രദ്ധിക്കുന്നവർ, മതപരമായ നിർദ്ദേശങ്ങൾ നൽകുന്നവർ, മതപരമായ വിദ്യാഭ്യാസം നൽകുന്നവർ, അതുപോലെ ഭൗതികമായ അവർക്ക് വേണ്ട പാർപ്പിടവും വിദ്യാഭ്യാസവും പഠനവും ആരോഗ്യപരമായ കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിച്ചു പോരുന്ന മാതാപിതാക്കൾ. ഇതാണ് മൂന്നാമത്തെ ഒരു വിഭാഗം മാതാപിതാക്കൾ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ചരിത്രത്തിൽ നമുക്ക് കാണാം, ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുമ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞത്, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ടായിട്ട് അത് മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യലാണ് ഞാൻ കാണുന്ന വലിയ സ്വപ്നമെന്ന് ചിലർ പറഞ്ഞു. അതുപോലെയുള്ള പല നിലക്കുള്ള സ്വപ്നങ്ങൾ ആഖിറത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ മനോഭാവത്തോടു കൂടി പറഞ്ഞ ആളുകളുടെ മുന്നിൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സ്വപ്നം എന്താണെന്നറിയോ? എനിക്ക് കുറെ മക്കളുണ്ടാകണം. ആ മക്കളൊക്കെ അന്ന് അവരുടെ മുന്നിലുള്ള വലിയ ആലിമീങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയാണ്, അവരെ പോലെയുള്ള മക്കളായി ദീന് പഠിച്ച മതബോധമുള്ളവരായി വളർന്നു വരണം, അതാണ് എന്റെ സ്വപ്നമെന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്തുകൊണ്ടാണത്? മരണപ്പെട്ടാലും തനിക്ക് ഉപകാരപ്പെടുന്ന, തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മക്കൾ. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, സ്വർഗത്തിലേക്ക് ചെല്ലുന്ന ചില ആളുകളുണ്ട്, അവർക്ക് സ്വർഗത്തിൽ ഒരുപാട് ദറജകൾ അല്ലാഹു കൊടുക്കും, ഒരുപാട് ശ്രേഷ്ഠതകൾ കൊടുക്കും, ഒരുപാട് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്തുകൊണ്ടാണ് ഇത് കിട്ടിയത് എന്ന് അവര് തന്നെ ചിന്തിക്കും. അവരെ കുറിച്ചാണ് പറഞ്ഞത്, ഇന്ന റജുല തുർഫഉ ദറജതുഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ ഉന്നതമായ ദർജകൾ കരസ്ഥമാക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ മൂലം അത്രയും വലിയ പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടില്ലല്ലോ എന്നവർ ചിന്തിക്കും. അപ്പോഴാണ് ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് വേണ്ടി പാപമോചനം തേടുന്ന, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് നീ ഈ ലോകത്തുനിന്ന് പോയത്. അതാണ് നിനക്ക് പരലോകത്തേക്ക് ഇത്രമാത്രം പ്രതിഫലം കരസ്ഥമാക്കാൻ ഉപകാരപ്പെടുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സഹോദരങ്ങളെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു മക്കളെ ഇവിടെ ബാക്കിയാക്ക് പോകാൻ സാധിക്കുക, അത് ബാക്കിയാത്തു സ്വാലിഹാത്താണ്, അത് വലിയ പ്രതിഫലമുള്ള മക്കളാണ്. അതല്ലാതെ ചില മക്കളുണ്ട്, മാതാപിതാക്കളുടെ കാര്യത്തിൽ അവർ മരിച്ചാലും ഏതെങ്കിലും വർഷത്തിൽ പെരുന്നാളിന്റെ ദിവസം മാത്രം ഖബറിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്ന മക്കൾ,
അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം മാത്രം, അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. വെള്ളിയാഴ്ച മാത്രം ഖബറിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുക, അങ്ങനെയല്ല. മറിച്ച് എപ്പോഴും അവരുടെ പ്രാർത്ഥനാ വേളകളിലെല്ലാം പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ ഞങ്ങളെ എങ്ങനെയാണോ വളർത്തിയത് അതുപോലെ അവരെ പരിഗണിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ആ മക്കളെ മാതാപിതാക്കൾ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം എന്ന കാര്യം കൂടി അവിടെ പരിഗണിക്കുന്നുണ്ട്. ആ നിലക്ക് പ്രാർത്ഥിക്കുന്ന മക്കളെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുപോലെ ഓരോ നടത്തത്തിലും ആ പള്ളിക്കാട്ടില് ഇങ്ങനെ പേരെഴുതി വെച്ചിട്ടില്ലെങ്കിലും ആ ഖബറിലേക്കുള്ള വഴികൾ അവിടെ തെളിഞ്ഞു കിടക്കും, കുറ്റിക്കാട് പിടിച്ച് കിടക്കില്ല. എന്താ കാരണം? അവർ സ്ഥിരമായി ഖബറിന്റെ അടുത്തേക്ക് പോകുന്നവരാണ്, ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. മാതാപിതാക്കൾ മരിച്ചാൽ മറന്നുപോയവരല്ല അവർ, അതെല്ലാം വിസ്മരിച്ചവരല്ല. അങ്ങനെ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന മക്കൾ, അതാണ് യഥാർത്ഥ നിലക്ക് ദീന് പഠിപ്പിച്ച മക്കളുടെ ഗുണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മക്കൾ എന്ന് പറഞ്ഞാൽ അത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിലെ അലങ്കാരങ്ങളാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. മറ്റൊരു വചനം നോക്കൂ, നിങ്ങൾ അതുപോലെ മക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ്. അവിടെ എന്താ അള്ളാഹ് പറഞ്ഞത്? ഇന്നമാ അംവാലുക്കും വഔലാദുക്കും, നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ മക്കളും അത് ഫിത്നയാണ്, പരീക്ഷണങ്ങളാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അതുപോലെ മക്കളെ കുറിച്ച് മറ്റൊരു വചനത്തിൽ കാണാം, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വുൽ ലക്കും. ഖുർആൻ പറയാണ്, നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും ഒരു പക്ഷേ നിങ്ങൾക്ക് അവരിൽ ചില ആളുകൾ ശത്രുക്കൾ ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വചനങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ വെച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കൾ എങ്ങനെയാണ്, നമ്മുടെ കുടുംബം എങ്ങനെയാണ്, അവരോടുള്ള ബാധ്യതകൾ എങ്ങനെയാണ്? ഭൗതികമായ കാര്യങ്ങൾ മാത്രം നിർവഹിക്കുന്ന ഒരു കുടുംബമായിട്ടാണോ എൻ്റെ കുടുംബം മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സ്വാലിഹായ മക്കളാകാൻ ആവശ്യമായ ഇടപെടലുകൾ നമ്മൾ നടത്തണം. ഇത് ഖുർആന്റെ കൽപ്പനയാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മളോട് പറയാണ്, ലഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല മോചിപ്പിക്കേണ്ടത്, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യതയും കൂടി നിങ്ങൾക്കുണ്ട് എന്ന് ഖുർആൻ പറയാണ്. ഫർളായ കാര്യങ്ങൾ എന്താണ്? നമ്മൾ പറയാറുണ്ട് 5 നേരത്തെ നമസ്കാരം ഫർളാണ്. അപ്പൊ എന്റെ മേൽ നിർബന്ധമായ ബാധ്യതകൾ എന്തൊക്കെയാണ്? അത് 5 നേരത്തെ നമസ്കാരം, റമദാൻ മാസത്തിലെ നോമ്പ്, അല്ലെ സകാത്ത് കൊടുക്കല്, ഇതൊക്കെ നിർബന്ധമായ കാര്യമാണ്, ഫർളാണ്. അതുകൊണ്ടൊക്കെ ഞാൻ അതൊക്കെ കൃത്യമായി നിർവഹിച്ചു പോരും. സഹോദരങ്ങൾ, അത് മാത്രമല്ല ഫർള് എന്ന് പറഞ്ഞത്, നമ്മുടെ മക്കളോടുള്ള ബാധ്യതകൾ നമുക്ക് ഫർളാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് കൃത്യമായി നമ്മൾ പാലിക്കുന്നവരാകണം. ഇല്ലെങ്കിൽ പരലോകത്ത് മാതാപിതാക്കൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ മക്കളോടുള്ള ബാധ്യതകളിൽ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ മര്യാദക്ക് കൊടുക്കാൻ, അല്ലെ, ഏറ്റവും വൃത്തിക്ക് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതിലേറ്റവും പ്രധാനം ചില കാര്യങ്ങളോട് വളരെ വേഗം ഞാൻ പോവുകയാണ്. നിങ്ങളുടെ ശ്രദ്ധ അതിലേക്കുണ്ടാകണം. ഈ വെക്കേഷൻ കാലത്ത്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ അവസ്ഥകൾ എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം പ്രധാനപ്പെട്ട 4-5 ഉപദേശങ്ങൾ ഖുർആനിൽ മക്കളുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നതുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്നെന്താണ്? ശിർക്കിന്റെ ഗൗരവം തന്നെയാണ്. നമ്മുടെ മക്കൾ തൗഹീദുള്ളവരായിരിക്കണം, മുവഹിദീങ്ങളായി വളരണം എന്ന് ഖുർആൻ പറഞ്ഞു. ഇത് ഖാല ലുഖ്മാൻ ലിബ്നിഹി വഹുവ യഅദുഹു യാ ബുനയ്യ ലാ തുശ്രികു ബില്ലാഹ്, കുഞ്ഞു മോനെ എന്ന് വിളിച്ച് ആ പ്രവാചകൻ പറയാണ്, മോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന ശിർക ലദുൽമുൻ അലീം, കാരണം അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത് ഏറ്റവും ഗുരുതരമായ പാതകമാണ് എന്ന് ഖുർആൻ. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ജാരങ്ങളിലേക്കും മക്ബറകളിലേക്കും തങ്ങന്മാരടുത്തേക്കും ഹോജമാരടുത്തേക്കും യാത്ര ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ മുന്നിലുണ്ട് എന്ന ചിന്ത നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ ഒന്നാമതായി അവർ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. തൗഹീദുള്ള മുവഹ്ഹിദീങ്ങളായി അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ പഠിക്കുന്നവർ, അല്ലെ, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നവർ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിലേക്ക് നെഞ്ചേറ്റിയവരായി അവർ വളർന്നു വരണം എന്ന ഒന്നാമത്തെ വിഷയമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മന്ത്രിച്ചൂതുന്ന തങ്ങന്മാരുടെ മുൻപിൽ ജീവിതം ഹോമിക്കുന്ന സാഹചര്യങ്ങൾ തൗഹീദില്ലാത്ത, തൗഹീദ് നഷ്ടപ്പെട്ട ആളുകളിൽ ഇന്ന് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അത്തരം അപകടങ്ങളിലേക്ക് നാളെയുടെ കാലഘട്ടങ്ങളിൽ നമ്മുടെ മക്കൾ പോകാൻ പാടില്ല എന്ന് ചിന്തിക്കണം. ആധുനിക ചികിത്സകളോട് പുറംതിരിഞ്ഞു നിന്ന് വീട്ടിലെ പ്രസവം മുതൽ വാക്സിൻ വിരക്തി അടക്കമുള്ള പുതിയ പുതിയ നിലപാടുകൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു സമൂഹം
നമ്മുടെ പുറത്തുണ്ട് എന്ന ചിന്തകൾ നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ചുണ്ടാകേണ്ടതുണ്ട്. തൗഹീദും അതുപോലെ തന്നെ തവക്കുലും മുറുകെ പിടിക്കാൻ മക്കളെ പ്രാപ്തരാക്കാൻ നമ്മൾ ശ്രമിക്കണം. ജീവിതത്തിൽ പ്രതിസന്ധി വന്നാലും അള്ളാഹു ഉണ്ട്, റബ്ബ് നമ്മളെ സംരക്ഷിക്കുമെന്ന ഉറച്ച ഒരു വിശ്വാസം മക്കളുടെ മനസ്സുകളിൽ വളർത്തിയെടുക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. രണ്ടാമത്തെ വിഷയം പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, മാതാപിതാക്കളുടെ കാര്യമാണ്. മാതാപിതാക്കളോട് മക്കൾ കാണിക്കേണ്ട മര്യാദകൾ, അവരോടുള്ള ബാധ്യതകൾ, ആ നന്മകൾ അത് പഠിപ്പിച്ചു കൊടുക്കണം. അതെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം? ആദ്യം നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെയാണ് കാണിക്കുന്നത്? നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് ദിവസവും പ്രാർത്ഥിക്കാൻ പോകുന്ന നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും പിടിച്ചു കൊണ്ടുപോയാൽ അവരത് പഠിക്കും. അത് അവരുടെ ജീവിതത്തിൽ ശീലമുണ്ടാകും. നമ്മൾ മരിച്ചാലും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാതാപിതാക്കൾ അതുപോലെ നമ്മളെയും അവർ കാണും എന്ന കാര്യം നമ്മൾ ഓർക്കണം. നമ്മുടെ മാതാപിതാക്കളോട് നന്ദി കാണിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം രക്ഷിതാക്കളുടെ നേരെ കൊലക്കത്തി ഉയർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കത്തിയും ചുറ്റികയുമായി ഊരു ചുറ്റുന്ന മക്കൾ ഇന്നത്തെ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമൂഹം. അവിടെ നമ്മുടെ മക്കളെ മാതാപിതാക്കളുടെ ബാധ്യത നിർവഹിക്കുന്നവരായി വളർത്താൻ നമ്മൾ വളരെ ഗൗരവത്തിലാണ് ഈ വിഷയങ്ങൾ, ഉത്ബോധനങ്ങൾ ആ മക്കൾക്ക് ഈ സന്ദർഭങ്ങളിൽ നൽകേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. മാതാപിതാക്കളെ മക്കൾ ചുമലിലേക്ക് തവാഫ് ചെയ്താലും മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ അവസാനിക്കുന്നില്ല. അവരോടുള്ള ബാധ്യത അത്രമാത്രമുണ്ട് എന്ന തിരിച്ചറിവ് അവർക്ക് പകർന്നു നൽകാൻ കഴിയണം എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ വിഷയം, ജീവിതത്തിൽ പരസ്യ ജീവിതത്തിൽ സംശുദ്ധി പാലിക്കാൻ, അള്ളാഹുവിനെ ഭയപ്പെടാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കുക, അവർക്കത് ഹൃദയത്തിൽ പകർന്നു കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലുഖ്മാനുൽ ഹകീം മകന് കൊടുക്കുന്ന ഉപദേശം, യാ ബുനിയ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ വതഖും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. അല്ലാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്തുകൊണ്ടുവരും? നീ മോനെ, ആ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമാണ്. അല്ലയോ പൊന്നുമോനെ, നീ മനസ്സിലാക്കണം, നീ അറിയണം, നീ ഒരു ധാന്യമണി, ഒരു കടുകുമണി തൂക്കമുള്ള എന്തു കാര്യമാകട്ടെ അത് നീ ഏതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു പാറയ്ക്കുള്ളിൽ കൊണ്ട് ഒളിപ്പിച്ചാലും, ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ എവിടെയാകട്ടെ, അള്ളാഹ് കൊണ്ടുവരും മോനെ. അള്ളാഹുവിനെ കണ്ണുവെട്ടിച്ചൊന്നും നിനക്ക് ചെയ്യാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതില്ലാതെ എങ്ങനെയാണ് സഹോദരങ്ങളെ ഒരാൾക്ക് നന്നാവാൻ കഴിയുക? രഹസ്യമായി എന്ത് തെറ്റും ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ഈ മൊബൈൽ ഉണ്ടല്ലോ, ഇതിൽ ഇന്ന് കിട്ടാത്തതായി ഒന്നുമില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാത്ത ഇടങ്ങളിലേക്ക് പോകാൻ നമ്മുടെ മക്കൾക്ക് അറിയാം, ഇല്ലേ? അവർ ഒരു ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ അവരുടെ വിരലുകൾ അകർത്തി അതിലെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്താൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും പോകാൻ അവർക്ക് കഴിയും. എന്ത് തെറ്റും ചെയ്യാൻ കഴിയും. ആരും അറിയാത്ത ഇരുണ്ടാവിന്റെ അരണ്ട വെളിച്ചത്തിലിരുന്ന് ഏത് തിന്മകളിലേക്കും അവർക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എത്ര കൂടെ നടക്കാൻ കഴിയും? അതിനൊറ്റ കാര്യമേ ഉള്ളൂ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത. നീ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാൽ, ആകാശഭൂമികളിൽ എന്ത് നീ ചെയ്താലും ഒരു ലോകം വരാനുണ്ട്, അവിടെ അത് വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ലോകമാണ്, അവിടേക്ക് അള്ളാഹു കൊണ്ടുവരും എന്ന ചിന്ത. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മക്കളെ ബാംഗ്ലൂരും മൈസൂരും യുകെയിലും അമേരിക്കയിലൊക്കെ വിട്ടു പഠിപ്പിക്കാൻ പറ്റും. ഏത് വ്യഭിചാരശാലയുടെ സമീപമാണ് അവന്റെ റൂമെങ്കിലും അതിലേക്ക് അവൻ ആകർഷിക്കുകയില്ല. എത്ര ആളുകൾ അവൻ ആകർഷിക്കാൻ ശ്രമിച്ചാലും അതിലേക്ക് അവൻ പോവുകയില്ല. കാരണം അള്ളാഹ് കൊണ്ടുവരും, അള്ളാഹ് കാണുന്നുണ്ട്, അള്ളാഹ് കേൾക്കുന്നുണ്ട് എന്ന ചിന്ത നമ്മുടെ മക്കളിലേക്ക് നൽകാൻ നമുക്ക് തയ്യാറാകണം. ആൾക്കൂട്ടങ്ങളിൽ നിന്ന് മാറി വേറെ ആരും അറിയില്ല എന്ന് തോന്നുമ്പോഴാണ് പലരും തെറ്റുകളിലേക്ക് ചാഞ്ഞു പോകുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാകണം. ലഹരിയുടെയും ഔഹിത ബന്ധങ്ങളുടെയും വഴികളിലേക്ക് വീണു പോകുന്നത് അതുകൊണ്ടാണ്. സൗഹൃദങ്ങളും സാഹചര്യങ്ങളുമാണ് തിന്മകൾക്ക് വേണ്ടി വല വിരിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും നമ്മുടെ മക്കളെ കാത്തിരിക്കുന്നുണ്ട് എന്ന ഗൗരവപരമായ കാര്യം നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അതുകൊണ്ട് മൂന്നാമത്തെ വിഷയം അതാണ് സഹോദരങ്ങളെ. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കാനുള്ള ചിന്തകൾ ഈ വെക്കേഷൻ കാലത്ത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നാലാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ആരാധനകളിലും പ്രബോധന പ്രവർത്തനങ്ങളിലും ക്ഷമാപൂർവ്വം വ്യാപൃതരാക്കാൻ നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കുക എന്നതാണ്. യാ ബുനിയ്യ അഖിമുസ്സലാത്ത് വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ
അല്ലെ ആ പ്രവാചകൻ മകന് കൊടുക്കുകയാണ്, അല്ലയോ പൊന്നുമോനെ നീ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കണം. ഈ വെക്കേഷൻ കാലഘട്ടങ്ങളിൽ അതവർക്ക് ശീലമാക്കുക. 5 നേരത്തെ നമസ്കാരം കൃത്യമായി പള്ളിയിൽ വന്ന് ജമാഅത്തായി മാതാപിതാക്കളോടൊപ്പം നിർവഹിക്കുന്ന ഒരു ശീലം, ഒരു തർബിയത്ത് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി നമസ്കാരം മാറണം. ഒരു വക്ത് നമസ്കാരം നഷ്ടപ്പെട്ടാൽ ജീവിതത്തിന്റെ ശരീരത്തിന് എന്തോ നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് തോന്നണം. ആ നിലയ്ക്കുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ വളർത്തിക്കൊണ്ടുവരണം. നന്മ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും അവരെ ദഅവാ മാർഗത്തിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ നമ്മളോടൊപ്പമുള്ള ഈ അവധി ദിനങ്ങളിൽ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിനൊക്കെ കൃത്യമായ ഒരു അജണ്ട നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഈ വെക്കേഷൻ കാലത്ത് നിർവഹിക്കുവാനുള്ള ക്രമീകരണം വീടുകളിൽ ഉണ്ടാകണം. ക്ഷമയും സഹനശേഷിയും ആർജിച്ചുകൊണ്ട് ഇസ്ലാമിക ജീവിതം നയിക്കാൻ അത് പ്രേരിപ്പിക്കും എന്ന കാര്യം നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ സമ്മർ വെക്കേഷൻ ക്ലാസ്സുകൾ, പല തരത്തിലുള്ള മോറൽ ക്ലാസ്സുകൾ, ഇസ്ലാമിക ക്ലാസ്സുകൾ ഉണ്ട്. അവിടേക്കൊക്കെ നമ്മുടെ മക്കളെ കൊണ്ടുവിട്ട് ആ സമയത്തെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രദ്ധയും കൂടി ഉണ്ടാകണം. ഇസ്ലാമിക ക്യാമ്പുകളിൽ അത് അന്വേഷിച്ച് കണ്ടെത്തി മക്കളെ എത്തിച്ച് അവർക്ക് ദീനിയായ അറിവുകൾ പകർന്നു കൊടുക്കുന്ന സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് മാത്രമാണ് ചുരുക്കി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ 5-ാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വിനയമുള്ള ജീവിതമാണ്. അത് നഷ്ടപ്പെട്ടു. അഹങ്കാരമാണ് കുട്ടികൾക്കൊക്കെ, അല്ലെ? മുതിർന്നവരോട് ബഹുമാനമില്ല, ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല. വിനയം പഠിപ്പിക്കണം സഹോദരങ്ങളെ. വിനയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മഹാനായ പ്രവാചകൻ മകന് കൊടുക്കുകയാണ്, വലാ തുസഖിർ ഹദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മർഹാ. അഹങ്കാരത്തോടുകൂടി നീ മനുഷ്യന്റെ നേർക്ക് കവിൾ തിരിക്കരുത്, ഭൂമിയിലൂടെ നീ പൊങ്ങച്ചം കാട്ടി നടക്കരുത് എന്ന് പറയാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അത്തരം പൊങ്ങച്ചക്കാരായ യാതൊരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ അനാവശ്യമായി നീ ശബ്ദമുയർത്തി സംസാരിക്കരുത് എന്നൊക്കെയുള്ള ഉപദേശങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ലുഖ്മാനിലൂടെ നമ്മൾ കാണുന്നത്. ആരുടെ നേരെയും മുഖം ചിരിച്ചു കാണിക്കുന്ന, ഇല്ലേ, മുഖം ചുളിച്ചു കാണിക്കുന്ന, അതുപോലെ പൊങ്ങച്ചം കാണിച്ച് അഹങ്കാരം കാണിച്ചു നടക്കുന്ന ഒരു രീതി ഉണ്ടാകരുത്. പരിസരബോധവും ഔചിത്യബോധവും ഒരു വളർത്തുഗുണം നമ്മുടെ മക്കളിൽ ഉണ്ടാകണം. ആ മക്കളിൽ നിന്നുള്ള, ആ മാതാപിതാക്കളിൽ നിന്നുള്ള പാഠങ്ങൾ, ആ നല്ല ഗുണങ്ങൾ മക്കൾ നേടിയെടുക്കണം. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കും. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അനുവദനീയമായ വിനോദങ്ങൾക്ക് പ്രോത്സാഹനം നൽകണം. 2 മാസം വെക്കേഷൻ ഉണ്ട്, ഫുള്ള് കളിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവരെ കയറൂരി വിടുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അല്ലെ, കൃത്യമായ ഒരു ആവശ്യമുള്ള വിനോദങ്ങളിൽ അവരെ ഏർപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് സാഹചര്യം നമുക്കുണ്ട്, അവർക്ക് പഠിച്ചിരിക്കേണ്ടതായ പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയണം. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലിമു ഔലാദകും സബാഹത വറമായത വറുകൂബൽ ഖൈലി എന്ന് കാണാം. അഥവാ നീന്തല്, അമ്പെയ്ത്ത്, കുതിരസവാരി, ഇതൊക്കെ നിങ്ങളെ മക്കളെ പഠിപ്പിക്കണേ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സഹോദരങ്ങളെ, ഡ്രൈവിംഗ് പഠിക്കാനുള്ള പ്രായമായിട്ടുണ്ടെങ്കിൽ അവരെ അത് പഠിപ്പിക്കുക. അതുപോലെ കരാട്ടെ പോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഈ വെക്കേഷൻ കാലത്ത് അത് ഉപയോഗപ്പെടുത്താം. സമ്മർ വെക്കേഷനിൽ ഫുട്ബോൾ ക്യാമ്പുകൾ ഉണ്ടാകും. അപകടകരമില്ലാത്ത രൂപത്തിലുള്ള നല്ല അവരുടെ മാനസികമായ അവരുടെ ഗ്രോത്ത് ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഇത്തരം ഗെയിമുകളിലേക്ക് അവരെ പറഞ്ഞയക്കാം. വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അതുപോലെ നീന്തൽ പഠിപ്പിക്കാം. അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളെ പഠിപ്പിക്കാൻ ഈ സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെ, മൊബൈൽ സ്ക്രീൻ ടൈം നിയന്ത്രിക്കണം. എപ്പോഴും മൊബൈൽ കൊടുത്ത്, നെറ്റ് കൊടുത്ത്, അല്ലെ, അങ്ങനെ ഒരിക്കലും 14 വയസ്സ് വരെ കുട്ടികളുടെ മൊബൈൽ കൊടുക്കാനേ പാടില്ല എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ആ സമയങ്ങളിൽ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ശ്രമം അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കുക. 7-ാമത്തെ ഒരു വിഷയം, കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണം. വിവാഹം പോലെയുള്ള ചടങ്ങുകൾക്ക് പോകുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ആരാണെന്നൊക്കെ പറയണം, അവരുടെ പേര് പറയണം, മറ്റവരുടെ പേര് ചോദിച്ചറിയാൻ പറയണം. ഈ നിലക്കൊക്കെ ബന്ധങ്ങളെ തിരിച്ചറിയണം. നമ്മുടെ മക്കൾക്ക് ആരൊക്കെയാണ്, വാപ്പാരാണ്, വാപ്പയുടെ വാപ്പയാരാണ്, അവരുടെ ജ്യേഷ്ഠനാരാണ്, അനുജനാരാണ്, അല്ലെ, അങ്ങനെ അങ്ങോട്ട് പോയാൽ നീണ്ടുപോയാൽ എവിടം വരെ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ മക്കൾക്ക് അറിയാം. നാളെ ഒരു കാലത്ത് കുടുംബ ബന്ധങ്ങൾ തീരെ ഇല്ലാതായി പോകുന്ന അവസ്ഥയാണ്. അവരെവിടെയാണ് താമസിക്കുന്നത്, ആരൊക്കെ ഉണ്ട് എന്നൊന്നും അറിയാത്ത ഒരു അവസ്ഥയാണ്. നമ്മുടെ വീടും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാത്ത, അയൽക്കാരെ പോലും തിരിച്ചറിയാത്ത ഒരവസ്ഥയിലേക്ക് ഇന്നിന്റെ കാലം പോവുകയാണ്. കാരണം മൊബൈൽ മാത്രം സമയങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. തഅല്ലമു മിൻ അൻസാബിക്കും മാ തസ്ലൂന ബിഹി അർഹാമക്കും വഇൻ സിലത്തുർ റഹിം മഹബ്ബത്തും ഫിൽ അഹ്ലി വമസ്അതു ഫിൽ മാലി വമൻസഅതും ഫിൽ അസരി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കുടുംബ ബന്ധത്തിന്റെ വേരുകൾ മക്കൾക്ക് വ്യക്തമാക്കി കൊടുക്കണം. ആരൊക്കെയുണ്ട്, ജ്യേഷ്ഠാനുജന്മാരെ കുറിച്ച്, അവരുടെ മക്കളെ കുറിച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കണം. കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ വീട്ടുകാർക്കിടയിൽ
ഭാര്യയിൽ സ്നേഹം വർദ്ധിക്കുകയാണ്, അവരുടെ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയാണ്, അവരുടെ ആയുസ് നീട്ടിക്കിട്ടുകയാണ്. ഇതെല്ലാ ഗുണങ്ങളും കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ ലഭിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ഈ വെക്കേഷൻ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായ ഒരു കാര്യമാണ്. അതോടൊപ്പം മറ്റൊരു കാര്യം, ഇസ്ലാമിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത ട്രെൻഡുകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. പല പേരുകളിൽ ഇന്ന് സമൂഹത്തിൽ അവതരിച്ചു കൊണ്ടിരിക്കുകയാണ്. സിനിമയിലും റിയാലിറ്റി ഷോകളിലും മറ്റു പ്രോഗ്രാമുകളിലും കാർട്ടൂണുകളിലും ഒക്കെയായി പല ട്രെൻഡുകൾ കുട്ടികളുടെ മനസ്സുകളിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നത് ഇത്തരം പ്രവണത ഗൗരവത്തിലാണ് രക്ഷകർത്താക്കൾ മനസ്സിലാക്കേണ്ടത്. അല്ലെ, നൈറ്റ് ലൈഫ്, രാത്രിയിൽ ഉറക്കമില്ല ഇന്ന് കുട്ടികൾക്ക്. അവര് രാത്രി യാത്ര, അല്ലെ, പകല് കിടന്നുറങ്ങുക, രാത്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാം, എവിടെങ്കിലും പോയി ഏതെങ്കിലും ഒക്കെ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കുക, എന്നിട്ട് എവിടെങ്കിലും പോയി ബീച്ചിലോ മറ്റു സ്ഥലങ്ങളിലോ വഴിയോരങ്ങളിലോ നിന്ന് സംസാരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത ശൈലി രാത്രി കാലങ്ങളിൽ മഗ്‌രിബിന് ശേഷം ഏതെങ്കിലും കടത്തിണ്ണകളിലും അതുപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡുകളിലും ഒക്കെ സമയത്തെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, ഇതൊക്കെ നേരവും കാലവും ഇല്ലാത്ത എങ്ങോട്ടോ ഇറങ്ങിപ്പോയി പാതിരാത്രിയിൽ എപ്പോഴോ തിരിച്ചെത്തുന്ന അവസ്ഥകൾ, ഇത് അപകടകരമാണ്. ഇത് ഇസ്ലാമിക സംസ്കാരമല്ല എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പെണ്ണിന്റെ വസ്ത്രം പൂർണ്ണമായും ഇസ്ലാമികമാകണം. നമ്മളുടെ മക്കൾ ഇല്ലേ, അതിങ്ങനെ മാറിലൂടെ കഴുത്തിലൂടെ ഇല്ലേ ആ വസ്ത്രധാരണം, ജിൽബാബ് താഴ്ത്തിയിടണം, അത് മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം എന്നാണ് ഇസ്ലാം പറയുന്നത്. അല്ലാതെ ഒരു ഷാൾ ഇങ്ങനെ കഴുത്തൊക്കെ കാണിച്ച് പുറകോട്ടിട്ടാൽ അത് അവൾക്ക് ഷാളുണ്ടല്ലോ അത് മതി എന്ന ധാരണയൊക്കെ പലർക്കുമുണ്ട്. അത് തെറ്റാണ്, ഇസ്ലാമിക വസ്ത്രധാരണമല്ല. അതെന്ന് നമ്മൾ തിരിച്ചറിയണം. ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് മറ്റുള്ളവരടുത്ത് മാറി നിൽക്കുന്ന അവസ്ഥകളും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. യാതൊരു മുൻപരിചയവും ഇല്ലാത്ത ആളുകളുമായി പല ലോഡ്ജിലും അതുപോലെ റൂം എടുത്തുമൊക്കെ കൂട്ടുകാരികൾ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ കൂട്ടുകാരന്മാരെന്നൊക്കെ പറഞ്ഞ് ഇന്ന് പലരും അറിയുന്നില്ല, പല ലോഡ്ജിലും പല റൂമുകളിലും ഒക്കെ റൂം എടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ പോയി ഫ്രണ്ട്സിന്റെ വീടാണെന്നൊക്കെ പറഞ്ഞ് ദിവസങ്ങളോളം വെക്കേഷനിലൊക്കെ പോയി താമസിക്കുന്ന അവസ്ഥകൾ വളരെ അപകടകരമാണ് എന്ന് മനസ്സിലാക്കുക. റമദാനിൽ പോലും 2 പെൺകുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തകൾ നമ്മൾ വായിച്ചതാണ്. അന്യപുരുഷന്മാരുമായി വിവാഹം കഴിച്ചവർ പോലും അന്യപുരുഷന്മാരുമായി റമദാനുകളിൽ പോലും ലോഡ്ജിൽ നിന്ന് MDMA പിടിക്കപ്പെട്ട വാർത്തകൾ അതൊന്നല്ല ഒന്നിലധികം നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ ഇങ്ങനെ ഇല്ലേ ഒരു പുതിയ ട്രെൻഡുകൾക്കനുസരിച്ച് പോകുന്ന ഒരു അവസ്ഥ, ഇല്ലേ, മാതാപിതാക്കളെയൊക്കെ പരിഗണിക്കാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അത് ശ്രദ്ധിക്കണം. യാത്രയുടെ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം 9ാമത്തെ വിഷയം, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അത് തിരിച്ചറിയാൻ സാധിക്കണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് റബ്ബിനോട് നന്ദി കാണിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ പ്രാപ്തരാക്കണം. അല്ലെ, അതിനുവേണ്ടി എന്ത് ചെയ്യണം? രോഗികളായ ആളുകളുടെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകണം. രോഗികൾ അവർ കാണട്ടെ, അതുപോലെ തന്നെ പ്രയാസപ്പെടുന്നവരെ അവർ കാണട്ടെ. അതുപോലെ പക്ഷെ വീടില്ലാതെ റോഡിന്റെ സൈഡുകളിൽ അല്ലെ നിയോൺ ബൾബിന്റെ ചുവന്ന പ്രകാശത്തിൻ ചാക്കിൻ തുമ്പിൽ കടന്നുറങ്ങുന്ന മക്കളെ നമ്മുടെ മക്കൾ കാണട്ടെ. അപ്പോഴാണ് അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. ആ നിലക്കുള്ള ഒരു ശീലം നമുക്കുണ്ടാകട്ടെ. അന്തേവാസികളുള്ള കേന്ദ്രങ്ങൾ സന്ദർശിക്കുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നും തിരിച്ചറിയുവാനും അതിനെ നന്ദി പ്രകാശിപ്പിക്കുവാനും ആ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കുക. ഫലസ്തീൻ മക്കളുടെ വീഡിയോകൾ അവർ കാണട്ടെ. അല്ലെ, നമ്മൾ അനുഭവിക്കുന്ന നിർഭയത്വവും അതുപോലെ തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ മഹത്വവും അവർ മനസ്സിലാക്കട്ടെ. ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം, നമ്മുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് കുടുംബത്തിന് കൃത്യമായ ധാരണ ഉണ്ടാക്കി കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മളുടെ സാമ്പത്തിക അവസ്ഥ, നമ്മുടെ ശമ്പളം എത്രയാണ്, അതിനനുസരിച്ച് എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടാകണം. അതല്ല എങ്കിൽ നമുക്ക് കുടുംബത്തിൽ ഒരു സമാധാനവും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കണം. കുടുംബത്തിൽ ഭാര്യയ്ക്കാകട്ടെ കുടുംബക്കാർക്കാകട്ടെ അത്തരം ഒരു അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു ശീലം അവരെ പാകപ്പെടുത്തിയെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമ്മളിപ്പോ ചിലപ്പോൾ മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊണ്ട് പോകും, കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അല്ലെ രക്തം നീരാക്കി അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന് അവർക്ക് വസ്ത്രം വാങ്ങി നമ്മൾ കൊണ്ടു ചെല്ലും. പക്ഷേ അവരുദ്ദേശിച്ച ബ്രാൻഡ് വാല്യൂ ഇല്ലെങ്കിൽ അവരത് പരിഗണിക്കില്ല, അവരൊന്ന് ചിരിക്കില്ല, അത് അവര് വളരെ നിസാരമായി കാണും. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് അതിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മളുടെ സാമ്പത്തിക അവസ്ഥ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന ബ്രാൻഡ് സാധനം കിട്ടിയില്ലെങ്കിൽ അവർക്ക് തൃപ്തി ഉണ്ടാകാത്ത അത്തരം അവസ്ഥകൾ അത് ചികിത്സിച്ചു മാറ്റേണ്ടതാണ്. അവർക്ക് കൃത്യമായ തർബിയത്തുകൾ ആ വിഷയത്തിൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അവർക്ക് ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതും ആവശ്യങ്ങൾ നിറവേറ്റുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്.
ആഗ്രഹങ്ങളുമുണ്ട്, ആവശ്യങ്ങളുമുണ്ട്. ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, ഒരു കുട്ടിക്ക് ഐസ്ക്രീം കഴിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ആഗ്രഹമാണ്, അത് നമ്മൾ നിറവേറ്റി കൊടുക്കും. അതോടൊപ്പം അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റണം. അവന് പോഷകാഹാരങ്ങൾ, അവന് ശരീരത്തിന് വേണ്ട കാര്യങ്ങൾ അവന് കൊടുക്കുക എന്നുള്ളത് അവന്റെ ആവശ്യമാണ്. അതും മാതാപിതാക്കൾ നിർവഹിക്കുന്ന കാര്യത്തിൽ മറക്കാതിരിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഉള്ളു തുറന്ന് സംസാരിക്കാൻ, അവരോടൊപ്പം ഒത്തിരിക്കാൻ, സ്നേഹം പ്രകടിപ്പിക്കാൻ, ചേർത്തു പിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പലർക്കും അതിന് സമയമില്ല എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. സഹോദരങ്ങളെ, ജോലിയാണ്, തിരക്കാണ്, വലിയ തിരക്കിന്റെ ആളാണ്, പണം സമ്പാദിക്കുന്നതിന്റെ പിന്നിലാണ്. മക്കളോടൊപ്പം ഇരിക്കാൻ, കുടുംബത്തോടൊപ്പം ഇരിക്കാൻ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞു പോയാൽ അവസാനം ആ മക്കൾ നമ്മോടൊപ്പം ഉണ്ടാകില്ല എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അത്തരം അപകടത്തിലേക്ക് പോകാതിരിക്കാൻ ഒരു ശീലമാക്കണം. മക്കളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അവരോടൊപ്പം സംസാരിക്കുക, അവരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചറിയുക, നല്ല ഉപദേശങ്ങൾ നൽകുക, അവരെ ചേർത്ത് പിടിക്കുക, അവരോടുള്ള സ്നേഹ പ്രകടനങ്ങൾ നടത്തുക, അവരെ ചുംബിക്കുക. ഇതെല്ലാം നമ്മൾ നിർവഹിക്കേണ്ട കാര്യമാണ് സഹോദരങ്ങളെ. വിവാഹശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവുമായി പ്രവാചകന്റെ വീട്ടിലേക്ക് വരുന്ന ഒരു രംഗം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോ ചെറിയ കുരുന്നൊന്നും അല്ല, വിവാഹം കഴിഞ്ഞു, അവർ വീട്ടിലേക്ക് വരികയാണ്. പ്രവാചകൻ ചാടി എണീറ്റു, ആ സന്തോഷം പ്രകടിപ്പിച്ചു എന്നത് ഹദീസുകളിൽ കാണാൻ കഴിയും. എന്താണെന്നറിയോ ആ സന്തോഷം? പ്രവാചകന്റെ മനസ്സിൽ തന്റെ മകളും അതുപോലെ തന്നെ മരുമകനും വീട്ടിലേക്ക് വരുന്ന ആ രംഗമാണ്. ഇതുപോലെയുള്ള സന്തോഷങ്ങൾ നമുക്ക്, അത് ചെറിയ കുരുന്നുകൾക്ക് മാത്രമല്ല ആ സന്തോഷങ്ങൾ നൽകേണ്ടത്. എത്ര വലുതാണെങ്കിലും, ഗൾഫിലൊക്കെ ജോലിയാണെങ്കിലും വിളിക്കണം, ആ മക്കളോട് കാര്യങ്ങൾ അന്വേഷിക്കണം, നീ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് ചോദിക്കണം. അതിനൊന്നും ഒരു കുറവില്ല, അവർ വലുതായി എന്ന് വിചാരിക്കേണ്ടതില്ല. ആ മക്കൾ എത്രമാത്രം മാതാപിതാക്കളെ പരിഗണിക്കുന്നു, അതുപോലെ നമ്മൾ മക്കളെയും പരിഗണിക്കുന്ന കാര്യവും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം സഹോദരങ്ങളെ, കർമ്മങ്ങൾ കുറ്റമറ്റതാക്കാൻ ശ്രദ്ധിക്കണം. പലർക്കും പല ഇബാദത്തുകളും കൃത്യമായി ചെയ്യാൻ അറിയില്ല, പല ദുആകളും കൃത്യമായി ചെയ്യാൻ. അതൊക്കെ ശ്രദ്ധാപൂർവം, വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ ഇമാം മെമ്പറിൽ കയറുന്നതിന് മുമ്പ്, ഇമാം സംസാരിക്കുന്നതിന് മുമ്പ് ഏടുകൾ അടയ്ക്കപ്പെടും, രേഖപ്പെടുത്തൽ നിൽക്കും. ഇന്നത്തെ വെള്ളിയാഴ്ച ഈ പള്ളിയിൽ ഉയർത്തപ്പെടുന്ന രേഖയിൽ നമ്മുടെ പേരില്ല എങ്കിലോ, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ മക്കളോടൊപ്പം നേരത്തെ വരിക, ഒന്നാമത്തെ സഫിൽ കൊണ്ടിരുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സഫ് ക്രമീകരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. സഫുകൾ കൃത്യമായി ചേർത്ത്, കാലുകൾ മടമ്പുകാല് ചേർത്ത് വെച്ച് നിൽക്കുക. കാർപ്പറ്റ് ഉണ്ടായതുകൊണ്ട് അടയാളങ്ങളുണ്ട്, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാന്ദർഭികമായി ഉണർത്തുകയാണ്. സഫുൽ ക്രമീകരണം നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഓരോ ശീലങ്ങളും, ഓതു ചെയ്യേണ്ടത് എങ്ങനെയാണ് കുറ്റമറ്റതായി ചെയ്യാൻ, അതുപോലെ നമസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, ഓരോ ഇബാദത്തുകളും ഓരോ കർമ്മങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ അവരെ ശീലിപ്പിക്കാനുള്ള ഒരു അവസരവും കൂടിയായിട്ട് ഈ വെക്കേഷൻ കാലഘട്ടങ്ങളിലെ കാണണം. അങ്ങനെ പരലോകത്തേക്കുള്ള കർമ്മങ്ങൾ മനോഹരമാക്കി മുന്നോട്ട് പോകുന്ന വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്ലാം കൊണ്ട് നമ്മൾ ആദരിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പുണ്യമായ ഒരു റമദാൻ മാസം കഴിഞ്ഞ് ശവ്വാലിലേക്ക് പ്രവേശിച്ച് അതിന്റെ ആദ്യത്തെ ദിനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. റമദാൻ ആരാധനകൾ കൊണ്ട് കർമ്മ നിരതരായി നിർവഹിക്കാൻ സാധിച്ചു എന്നത് എത്ര അല്ലാഹുവിനെ സ്തുതിച്ചാലും മതി വരില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ പറഞ്ഞ റമദാൻ ശവ്വാലിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ വല്ലാത്ത കുളിർമയും ആശ്വാസവും സന്തോഷവുമുണ്ട്. ആ നിർവൃതി ആരാധനകൾ നിർവഹിച്ചതിന്റെ നിർവൃതിയാണ്. അത് ജീവിതത്തിന്റെ എല്ലാ മാസങ്ങളിലും ദിവസങ്ങളിലും നിമിഷങ്ങളിലും തുടർന്നു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. റമദാനിൽ നേടിയെടുത്ത ക്ഷമയുടെ, സഹനത്തിന്റെ, തഖ്വയുടെ, ഇഹ്സാനിന്റെ, ഇഖ്ലാസിന്റെ നിർബന്ധ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ചതിന്റെ, ശഹവത്തുകളെ പിടിച്ചു നിന്നതിന്റെ, അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിച്ചതിന്റെ, വികാര വിചാരങ്ങൾ പലരും അതിജയിക്കാൻ വന്നപ്പോഴൊക്കെ ആത്മനിയന്ത്രണത്തോടുകൂടി നിന്നതിന്റെയും, റബ്ബിന്റെ മുന്നിൽ എണീറ്റ് നിന്ന് റുക്കൂയിലും സുജൂദിലുമായി അള്ളാഹുവിന് വേണ്ടി സമയം കണ്ടെത്തിയതിന്റെ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷ പള്ളിയിൽ ചടഞ്ഞിരുന്നതിന്റെ, അള്ളാഹുവിന്റെ മുന്നിൽ നമ്മുടെ വീഴ്ചകൾ, കുറവുകളൊക്കെ കൈനീട്ടി ഏറ്റുപറഞ്ഞതിന്റെ, പ്രയാസമുണ്ടായിട്ടും റമദാനിൽ ദാനധർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും വിലപിടിച്ച സമ്പാദ്യം നമ്മൾ കൊടുക്കാൻ തയ്യാറായതിന്റെ,
ഇങ്ങനെ തുടങ്ങി സക്കാത്തുൽ ഫിത്റിന്റെ, സക്കാത്തിന്റെ, സ്വതക്കയുടെ, സ്നേഹം നിറഞ്ഞ കൂടിച്ചേരലുകളുടെ, ഇഫ്താർ സംഗമങ്ങളുടെ ഒരു മാസക്കാലം പള്ളിയിൽ ഒരുമിച്ച് കൂടി ഇഫ്താറുകൾ നടന്നു, നോമ്പുതുറകൾ നടന്നു. ആ ഒരുമിച്ചിരിക്കുന്നതിന്റെ സന്തോഷത്തിന്റെ ഇങ്ങനെയുള്ള ധാരാളം നന്മകൾ, ബിർറുകൾ, ഹസനാത്തുകൾ, ത്വാഅത്തുകൾ ഇതെല്ലാം നേടിയതിന്റെ നിർവൃതിയും ആ സന്തോഷവും ഹൃദയത്തിൽ ഉണ്ടാവുക എന്നത് ഈമാനിന്റെ അടയാളമാണ്. അതെപ്പോഴും തുടർന്ന് കൊണ്ടുപോകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ നന്മകളും അതൊരിക്കലും നിസ്സാരമായി കാണരുത്. അതെത്ര ചെറുതാണെങ്കിലും ശരി തന്നെ. നിങ്ങൾ നോക്കൂ, നമ്മൾ ഭൗതികമായി ചിന്തിക്കുക, പലതും കണക്കാക്കുന്നത് നമ്മൾ തൂക്കി കണക്കാക്കി വാങ്ങാറുണ്ട്. ഇപ്പോൾ ഒരു വീട് നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിക്കുന്നു, അതിന് വേണ്ടുന്ന മണലും അതുപോലെ വലിയ പാറയും ഒക്കെ ലോഡ് കണക്കിന്, ടൺ കണക്കിന് നമ്മൾ എടുക്കാറുണ്ട്. അതുപോലെ വീട്ടാവശ്യങ്ങൾക്കുള്ള പഞ്ചസാരയാകട്ടെ, അരിയാകട്ടെ, ഇതൊക്കെ തൂക്കി കണക്കാക്കിയാണ് നമ്മൾ കിലോ കണക്കിനാണ് വാങ്ങാറുള്ളത്. എന്നാൽ വളരെ വിലപിടിപ്പുള്ള സ്വർണ്ണമാകട്ടെ, അത് കിലോ കണക്കിനല്ല വാങ്ങുക. അതൊരു ഗ്രാമാണെങ്കിലും അതിനത്രയും മൂല്യമുണ്ട്. അതെത്ര സൂക്ഷിച്ചാണ്, ഒരു ഗ്രാം നഷ്ടപ്പെട്ടാലും എത്ര ഗൗരവത്തിൽ നമ്മൾ കാണാറുണ്ട്. സഹോദരങ്ങളെ, അതിനേക്കാൾ മൂല്യമുള്ള നമ്മൾ നിർവഹിച്ച ഓരോ ദർറത്ത് അമലുകളും, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല, അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഗ്രാം സ്വർണം പോലും നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന നമ്മൾ റമദാനിൽ നിർവഹിച്ച ഇത്തരം അമല് സ്വാലിഹാത്തുകൾ തകർന്നു പോവുക, നശിച്ചു പോവുക, കുറവ് സംഭവിക്കുക എന്നത് ഏറെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. മഹാനായ പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇന്നൽ അബ്ദ ലയഅമലു ഫീമാ യറന്നാസു അമല അഹ്ലിൽ ജന്ന അല്ലേ വഇന്നഹു മിൻ അഹ്ലിൻ നാർ. ചില ആളുകളുണ്ട് ഇങ്ങനെ ഇബാദത്തുകൾ കൊണ്ട് പുണ്യമാക്കി അവരുടെ ജീവിതം കണ്ടാൽ അവൻ സ്വർഗാവകാശിയാണെന്ന് വിചാരിക്കും. പക്ഷേ ഫഇന്നഹു മിൻ അഹ്ലിൻ നാർ, അവൻ നരകത്തിന്റെ ആളാണ്. വയഅമലു ഫീമാ യറന്നാസു അമല അഹ്ലിൻ നാർ. ചില ആളുകളുണ്ട്, അവരിങ്ങനെ തെറ്റുകളൊക്കെ ചെയ്ത്, തിന്മകളൊക്കെ ചെയ്ത് അവൻ നരകത്തിന്റെ ആളാണെന്ന് വിചാരിക്കും. ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, പക്ഷേ അവൻ സ്വർഗത്തിന്റെ ആളാണ്. ഫഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ. എന്താ കാരണം എന്നറിയോ? അതിന്റെ ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യമാണ്. ഇന്നമൽ അഅമാലു, കർമ്മങ്ങൾ അവന്റെ അവസാനമാണ് പരിഗണിക്കുക. മരണം എത്തുമ്പോൾ അവന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നതാണ് പരിഗണിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനി കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ അടുത്ത റമദാൻ വരെ കാത്തിരിക്കേണ്ടതില്ല. അത് തുടർന്ന് കൊണ്ടുപോകണം. കാരണം എപ്പോഴാണ് മരിക്കുക എന്ന് ആർക്കും അറിയില്ല. ലോകത്തുനിന്ന് ഒരുപാട് ആളുകളെ അല്ലാഹു തിരിച്ചു വിളിച്ചു. പെട്ടെന്ന് രോഗികളായി മാറി, പെട്ടെന്ന് മരിച്ചു, അല്ലെ ആക്സിഡന്റുകൾ മരിക്കുന്നു, രോഗം ബാധിച്ചു മരിക്കുന്നു. എപ്പോഴാണ് നമ്മുടെ മരണം എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളെക്കുറിച്ച് ആലോചനകൾ മുന്നോട്ടുള്ള ഗമനത്തിന് അത്യാവശ്യമാണ്. അത് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് വിചിന്തനം ചെയ്തുകൊണ്ട് കർമ്മങ്ങൾ നിരതരായി അതിലേക്ക് തന്നെ പോകണം. ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. നഷ്ടപ്പെടുക, ഇനി നിർത്തിവെക്കുക എന്ന് പറയുന്നത് അത് വളരെ അപകടമാണ്. അതുകൊണ്ട് ഈ ഹദീസ് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച തൊട്ട് കർമ്മങ്ങൾ നിലനിർത്താൻ നമ്മുടെ സ്വന്തം വകയല്ല, അള്ളാഹു ഖുർആനിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലും ഹദീസുകളുമായി പ്രമാണങ്ങളിൽ പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്ക് നിലനിർത്തി പോകാം എന്ന് ഖുർആൻ പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോകണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും കർമ്മങ്ങൾ ജീവിതത്തിൽ തുടർന്നു പോകാൻ ശ്രദ്ധിക്കണം. ശവ്വാലിലെ നോമ്പുകൾ അതെടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2-3 കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത്. ഒന്ന്, പള്ളി വരുവാനുള്ള ഫണ്ടാണ്. എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യുക. അള്ളാഹു അത് അർഹമായ പ്രതിഫലം നൽകി ആ സ്വതക്കയെ സ്വീകരിക്കുമാറാകട്ടെ. വെളിച്ചം റമദാൻ ഉത്തരക്കടലാസ് ഇൻഷാ അല്ലാഹ് ഈ മാസം 20-ന് മുമ്പ് എല്ലാവരും തിരികെ നൽകണം. അത് നൽകിയ ആളുകൾ എല്ലാവരും തിരിച്ചു നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ഞായറാഴ്ചയും വരുന്ന നമ്മുടെ ഖുർആൻ ക്ലാസുകൾ, ആ ക്ലാസുകൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ നമ്മളൊരു പ്രവർത്തകന്റെ ഉമ്മ ഐസിയുലാണെന്ന് പറഞ്ഞിരുന്നു. ആ ഉമ്മ ചെറുതായി സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എല്ലാവരും ആ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. ആ രോഗം അള്ളാഹു എത്രയും വേഗം പൂർണ്ണമായ ആഫിയത്തോടുകൂടി ആ രോഗം മാറ്റി തിരിച്ചു വരാനുള്ള തൗഫീക്ക് ആ ഉമ്മയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. എല്ലാവരുടെയും ദുആയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ ശിഫാ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു പ്രവർത്തകന്റെ വീട് പണി ഇന്ന് ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു നല്ലൊരു മസ്കന്, നല്ല സമാധാനമുള്ള ഒരു വീടിനെ ആ സഹോദരന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളെല്ലാം സമാധാനപൂർണമായ ഒരു വീടായി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് അമ്നിനെ, നിർഭയത്വത്തെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിന്റെ മണ്ണിൽ ഞങ്ങളുടെ സഹോദരങ്ങളെ അള്ളാഹുവെ നീ സഹായിക്കണേ റഹ്മാനെ. ഗസയിലെ സഹോദരങ്ങളെ അള്ളാഹുവെ നീ സഹായിക്കണേ റഹ്മാനെ.
അവരുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനെ. ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ നേരെയുള്ള ഉപദ്രവങ്ങൾ അല്ലാഹുവേ എല്ലാം നീ അകറ്റണമേ റഹ്മാനെ. അവരിൽ നിന്ന് ഷഹീദായ ആളുകളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഭക്ഷണമില്ലാതെ നിർഭയത്വം നഷ്ടപ്പെട്ട് ഭയവിഹ്വലരായി നാടുവിടേണ്ടി വന്ന ഒരുപാട് സഹോദരങ്ങൾ അല്ലാഹു എല്ലാ നിർഭയത്വവും അഭയവും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. സയനിസ്റ്റുകളുടെ എല്ലാ കുതന്ത്രങ്ങളും അല്ലാഹുവെ നീ തകർത്ത് തരിപ്പണമാക്കണേ റഹ്മാനെ. നാളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന വിശ്വാസികളിൽ, സ്വർഗത്തിലേക്ക് ലൈനപ്പ് ചെയ്യപ്പെടുന്ന വിശ്വാസികൾ അല്ലാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ നന്മ വിചാരണ കോടതിയിൽ വലത് കൈയിൽ കിതാബ് പിടിച്ച് ചുണ്ടുപറയ്ക്കാതെ നിൽക്കുന്ന വിശ്വാസികൾ അല്ലാഹുവെ നീ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഖുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.